ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ളത് വേണമെങ്കിൽ ഒരു 3 മാർക്സിന് ചോദിക്കാം. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി മാത്രമുള്ളതൊന്ന് പഠിക്കാം. കാരണം എപ്പോഴും ഒരു കാര്യം, ഒരു ബിസിനസ് നമുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ എത്ര രൂപ ക്യാപിറ്റൽ ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ഏറ്റവും നല്ല സോഴ്സ് ഏതാണ് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ തന്നെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ് മീൻസ് എസ്റ്റിമേറ്റിംഗ് ദ റിക്വയർമെന്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഡിസൈഡിംഗ് ദ ബെസ്റ്റ് മിക്സ് ഓഫ് ഡിഫറെൻറ്റ് സോഴ്സസ് ടു ബി യൂസ്ഡ് ഇൻ റേസിംഗ് ദ എസ്റ്റിമേറ്റഡ് ക്യാപിറ്റൽ. അതായത് ഈ ഒരു ക്യാപിറ്റലിന്റെ സ്ട്രക്ചർ എങ്ങനെ വേണമെന്ന് പ്ലാൻ ചെയ്യുന്നത്, ക്യാപിറ്റൽ എത്ര വേണം എന്നുള്ളതും അതിൽ ഏറ്റവും നല്ല മിക്സ് ഏതാണ്, പല സോഴ്സുകൾ മിക്സ് ചെയ്ത് കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയത് ഏതാണോ അതിനെ നമ്മൾ റേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ് എളുപ്പത്തിൽ പറയുമ്പോൾ എന്താണ്, നല്ല ഡിസയേർഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, ഡെറ്റും ഇക്വിറ്റി മിക്സിൻ്റെയും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഏതാണോ അതിനെ തന്നെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രം ഒന്ന് പഠിച്ചാൽ മതി. ഇനി ഒരു നല്ല ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഡെറ്റും ഇക്വിറ്റി എങ്ങനെ ഇരിക്കണം, ബാലൻസ് ചെയ്ത് പോകണം. അതാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. 2, എക്കണോമി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ ഏത് സോഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിലും അത് നമുക്ക് താങ്ങുന്ന മിതമായ നിരക്കിലെ ചെലവുകൾ നമുക്ക് ഒതുക്കാൻ പറ്റുന്ന തരത്തിലുള്ളതായിരിക്കണം, എക്കണോമിക്കലായിരിക്കണം. ആൻഡ് ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി, ഏത് ഡിസൈൻ അല്ലെങ്കിൽ ഏത് സ്ട്രക്ചർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്താലും അത് ഫേമിന് ആവശ്യമുള്ള സമയത്ത് ഫണ്ട് റേസ് ചെയ്യാൻ കഴിവുള്ളതും ഒരു പരിധി വരെ അതിൻ്റെ ഏത് റിസ്കിനെയും സോൾവ് ചെയ്യാൻ പവറുള്ള തരത്തിലുള്ള ഒരു പ്ലാനിങ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. എപ്പോഴും നമ്മുടെ ബിസിനസ്സിന് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുക, ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു തരത്തിലുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ വേണം നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം, മാക്സിമം റിട്ടേൺ കൊടുക്കുന്നതായിരിക്കണം, മാക്സിമം കൺട്രോൾ ഉള്ളതായിരിക്കണം, ബാലൻസ്ഡ് ലിവറേജ്. അപ്പോൾ ഈ പോയിന്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമ്മുടെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ സ്റ്റാർട്ടിങ്ങിലെ എങ്ങനെയാണ് നല്ലൊരു റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ പ്രീ റിക്വിസിറ്റ്സ് എന്തൊക്കെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിന് നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നുണ്ട്. ഈ പോയിന്റുകൾ തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു പോയിന്റിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് മൂവ് ചെയ്യാനുള്ളത് ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ്ങിൻ്റെ അപ്രോച്ചുകൾ ഏതൊക്കെയാണ്, മെത്തേഡ്സ് ഏതൊക്കെയാണ്. 3 അപ്രോച്ചുകളാണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എബിറ്റ് EPS അനാലിസിസ് ആണ്. എബിറ്റ് EPS അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, ഇൻട്രസ്റ്റും ടാക്സും കൊടുക്കുന്നതിന് മുന്നുള്ള ഏർണിങ്സും അതേപോലെ ഏർണിംഗ് പെർ ഷെയർ, ഒരു ഷെയറിൻ്റെ മുകളിൽ നമുക്ക് കിട്ടുന്ന ഏർണിങ്സും തമ്മിലുള്ള ഒരു അനാലിസിസ് ആണ്. എന്തുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇത്ര ഫേമസ് ആവാനുള്ള കാരണം, എബിറ്റും EPSും അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഡിറ്റർമിൻ ദ ഇഫക്റ്റ് ഓഫ് ലിവറേജ്. ഈ 2 അനാലിസിസ് എപ്പോൾ നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോഴും നമ്മുടെ ഫേം ലിവേർഡ് ആണോ, ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഒരു ലിവറേജ്ഡ് അല്ലെങ്കിൽ ലിവേർഡ് ഫേം എന്ന് പറയുമ്പോൾ ഏതൊരു ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിലാണോ ഡെപ്റ്റ് യൂസ് ചെയ്യുന്നത് ആ ഫേമിനെയാണ് ലിവറേജ് ഫേം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലിവറേജ്ഡ് ആണെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ലിവറേജിൻ്റെ ഇഫക്റ്റ് എങ്ങനെയാണെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എബിറ്റ് EPS അനാലിസിസ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഓഫ് ഡെപ്റ്റ്, നമ്മൾ കടം വാങ്ങി നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് EPSലും റിസ്കിലും അതേപോലെ എബിറ്റിലും ഒക്കെ കാണുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ദ ടെക്നിക് ഈസ് യൂസ് ടു എക്സാമിൻ ദ ഇഫക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് അറിയാനാണ്. ഫിനാൻഷ്യൽ ലിവറേജ് എപ്പോഴാണ് അറൈസ് ചെയ്യുന്നത്, വെൻ ഫിക്സഡ് അസറ്റ്സ് ആർ ഫിനാൻസ്ഡ് ബൈ ദ യൂസ് ഓഫ് ഡെറ്റ് ക്യാപിറ്റൽ. നമ്മുടെ ബിസിനസ്സിൻ്റെ ഫിക്സഡ് അസറ്റുകൾ അത് നമ്മൾ ഫിനാൻസ് ചെയ്യുന്ന ഡെറ്റ് ക്യാപിറ്റലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും യൂസ് ചെയ്തിട്ടാണെങ്കിലാണ് ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ടാവുന്നത്. ഇഫ് ദ അസറ്റ്സ് ആർ ഫിനാൻസ്ഡ് ബൈ ഡെറ്റ് ഓർ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ റിട്ടേൺ വിൽ ബി മോർ ദാൻ ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. അങ്ങനെ വരുന്ന സമയത്ത് ഡെറ്റും പ്രിഫറൻസ് ഷെയർസും യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്യാപിറ്റൽ അസറ്റ് ഫിക്സഡ് അസറ്റ് ഫിനാൻസ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും കോസ്റ്റ് ഓഫ് ഡെപ്റ്റിനേക്കാൾ അധികമായിരിക്കും ഇതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത്. ഇവ രണ്ടും, അതായത് ഡെപ്റ്റിൻ്റെയും പ്രിഫറൻസ് ക്യാപിറ്റലിൻ്റെയും കോസ്റ്റ് എന്ത് വരുന്നോ അതിനേക്കാൾ കൂടുതലായിരിക്കും അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ ഈ ഒരു അനാലിസിസ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് വാലുവേഷൻ മോഡൽ മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്കറിയാലോ ഏറ്റവും ചീപ്പസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഡെറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് സംഭവിക്കാം, ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം കൂടുതലായിട്ട്
ഡെറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഉണ്ടാവുന്നത്? ഇൻ ടേൺ ഇൻക്രീസസ് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ഹയർ ഡെറ്റ് ആഡ് ചെയ്യും തോറും കോസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ഡിസ്ട്രസ് ആൻഡ് ഏജൻസി കോസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ടാക്സ് ബെനിഫിറ്റ് ഉണ്ടായിരിക്കുന്നുണ്ട്. ഈ ഡെറ്റ് വാങ്ങുമ്പോഴുള്ള ഗുണം എന്താണ്? ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ അതൊക്കെ നമുക്ക് ടാക്സിന്ന് ബെനിഫിറ്റ് കിട്ടാറുണ്ട്. അപ്പോൾ ടാക്സ് ബെനിഫിറ്റ് അല്ലെങ്കിൽ ടാക്സ് ഷീൽഡ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുവഴി എന്തുണ്ടാവും? നമ്മുടെ ഇക്വിറ്റി ഷെയർസിൻ്റെ വാല്യൂ ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒന്നിൻ്റെ കുറവ് മറ്റൊന്നിനെ നികത്തുന്നത് പോലെ തന്നെ അത് ഓഫ്സെറ്റ് ചെയ്ത് പോകണം, ട്രേഡ് ഓഫ് ചെയ്ത് പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഏറ്റവും കൂടുതൽ ഇവർ പറയുന്ന ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാക്സിമം ഡെറ്റ് യൂസ് ചെയ്യാം. അതാണ് വാല്യുവേഷൻ. വാല്യൂ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ഷെയറിൻ്റെ പ്രൈസ് ആണ്. ദിസ് മീൻസ് ദാറ്റ് ഡെറ്റ് ഷുഡ് ബി യൂസ്ഡ് അപ് ടു ദ പോയിന്റ്. നമ്മൾ പറഞ്ഞ ട്രഡീഷണൽ അപ്രോച്ചാണ് പറയുന്നത്. നമുക്ക് ഡെറ്റ് ഒരു പരിധി വരെ യൂസ് ചെയ്യാം. വേർ ദ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് അറ്റ് മിനിമം, മാർക്കറ്റ് വാല്യൂ ഈസ് മാക്സിമം. എപ്പോഴാണോ ഒരു കമ്പനിയുടെ ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ ഏറ്റവും കൂടി നിൽക്കുന്നതും അതിൻ്റെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഏറ്റവും കുറഞ്ഞു നിൽക്കുന്നതും, അതായത് കോസ്റ്റ് എപ്പോഴും കുറവും വാല്യൂ എപ്പോഴും കൂടി നിൽക്കുന്ന പോയിന്റ് എന്താണോ ആ പോയിന്റ് വരേക്ക് ഡെറ്റ് യൂസ് ചെയ്യുക. അതുവഴിയാണ് ഈ ഷെയർ വാല്യൂഷൻ ഇവിടെ നമുക്ക് നടത്താൻ പറ്റുന്നത്. മൂന്നാമത്തെ മെത്തേഡാണ് ക്യാഷ് ഫ്ലോ അനാലിസിസ് എന്ന് പറയുന്നത്. ക്യാഷ് ഫ്ലോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേമിൻ്റെ എബിലിറ്റിയാണ്. എത്ര ബാധ്യത വന്നാലും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആ കടങ്ങളൊക്കെ തീർക്കാൻ സാധിക്കുന്ന ആ ഒരു കഴിവ് തന്നെയാണ് അവിടെ പറയുന്നത്. കമ്പനി കൂടുതലായിട്ട് വലിയൊരു എമൗണ്ട് ആണ് ഡെറ്റ് യൂസ് ചെയ്യുന്നത് വിചാരിക്കുക, അതും ഷോർട്ട് ടേം മെച്യൂരിറ്റിയിൽ. അപ്പോൾ ആ എമൗണ്ട് ഓഫ് ഫിക്സഡ് ചാർജസ് എങ്ങനെയായിരിക്കും? വളരെ കൂടുതലായിരിക്കും. കമ്പനി കൂടുതലായിട്ട് ലാർജായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സ്റ്റേബിൾ ക്യാഷ് ഇൻഫ്ലോ ഇൻ ഫ്യൂച്ചർ പീരീഡ് ഷുഡ് യൂസ് ലാർജ് എമൗണ്ട്. നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കമ്പനിയാണെങ്കിൽ അവർക്ക് കുറേ വർഷങ്ങളിലേക്കൊക്കെ വലിയൊരു എമൗണ്ട് ഒക്കെ എടുക്കാൻ അവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്യാഷ് ഫ്ലോ എക്സ്പെക്റ്റഡ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് അവിടെ നോക്കുന്നത്. ഇനി അതിനെ അനലൈസ് ചെയ്യുന്നത് 3 ഗ്രൂപ്പായിട്ടാണ്. 3 ഗ്രൂപ്പ്സിലാണ് ഈ ക്യാഷ് ഫ്ലോനെ അനലൈസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോസ് നോക്കുന്നുണ്ട്, നോൺ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ നോക്കുന്നുണ്ട്, പിന്നെ ഫിനാൻഷ്യൽ ക്യാഷ് ഫ്ലോ നോക്കുന്നുണ്ട്. ഈ 3 തരത്തിലും ക്യാഷിനെ അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഫേമിൻ്റെ എബിലിറ്റി ടു സർവീസ് ഡെറ്റ് ഒബ്ലിഗേഷൻ, എത്രത്തോളം ഒരു ഫേമിന് കടം വാങ്ങാനും വാങ്ങിയാൽ അത് വീട്ടാനുമുള്ള കഴിവുണ്ട് എന്ന്, ഈവൺ അണ്ടർ ആഡ്വേഴ്സ് സിറ്റുവേഷൻ. എന്തായാലും അർത്ഥം? ഫേമിൻ്റെ ബിസിനസ് വളരെ മോശാവസ്ഥയിൽ പോകുന്ന ഒരു സമയത്ത് പോലും ഫേമിന് അതിൻ്റെ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ സാധ്യമാണോ എന്നതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ അറിയണമെങ്കിൽ ഈ 3 ക്യാഷ് ഫ്ലോ നമ്മൾ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യണമെങ്കിൽ അല്ല അനലൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി ഈ ക്യാഷ് ഫ്ലോ അനാലിസിസിലൂടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എടുക്കാൻ പറ്റും? ഒന്ന്, നമുക്കറിയാം റേഷ്യോ ഓഫ് ഫിക്സഡ് ചാർജസ് ടു നെറ്റ് ക്യാഷ് ഇൻഫ്ലോ നോക്കാം. ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാം. ഈ റേഷ്യോ ഓഫ് ഫിക്സഡ് ചാർജസ് ടു നെറ്റ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഐറ്റംസ് ദ ഫിക്സഡ് ചാർജസ് ആർ കവേർഡ് ബൈ ദ നെറ്റ് ക്യാഷ് ഇൻഫ്ലോസ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ കയ്യിലേക്ക് എത്രത്തോളം ക്യാഷ് വരുന്നുണ്ട്, ആ ഒരു ക്യാഷിലൂടെ എത്രത്തോളം ഫിക്സഡ് ചാർജസ് നമുക്ക് കൊടുത്തു തീർക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് പറയുന്നത്. അതിൻ്റെ റേഷ്യോ നോക്കുമ്പോൾ അത് ഹയർ ആണെങ്കിൽ എന്താണ്? ലാർജർ എമൗണ്ട് ഓഫ് ഡെറ്റ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ബൈ ദ കമ്പനി. നല്ല ഹയർ റേഷ്യോ കിട്ടുന്ന വെച്ചാൽ ഒരു വലിയ വിഭാഗം എമൗണ്ട് തന്നെ കമ്പനി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച ക്യാഷ് ഫ്ലോയും ആക്ച്വൽ ക്യാഷ് ഫ്ലോയും തമ്മിലുള്ള ആ ഒരു ഡീവിയേഷൻ എത്രയാണ്. ഇപ്പം നമ്മൾ പറയുകയാണ് ഈ ഒരു ബിസിനസ്സിൽ ഇത്ര ശതമാനം ക്യാഷ് വരും, പക്ഷേ ആക്ച്വലി വന്നത് വേറൊരു പെർസെൻറ്റേജ് ആണെങ്കിൽ എന്തുകൊണ്ട് അവയുടെ ഇടയിൽ ഒരു വ്യത്യാസം ഉണ്ടായി എന്ന് കണ്ടുപിടിക്കാനാണ് ക്യാഷ് ബഡ്ജറ്റ്. എന്നാലാണ് കമ്പനിക്ക് കൃത്യമായിട്ട് എൻ്റെ ഫിനാൻഷ്യൽ ചാർജസ് ഒക്കെ സമയത്ത് കൊടുക്കാൻ പറ്റുമെന്നൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ്ങിൻ്റെ 3 മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഒരു 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. വാട്ട് ഈസ് എബിറ്റ് EPS അനാലിസിസ്? അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ട്, അതിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കോമ്പിനേഷൻ സെലക്ട് ചെയ്യൽ തന്നെയാണ് നമുക്കിതിൽ ഈ ഒരു അനാലിസിസിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക, കമ്പനിക്ക് കൃത്യമായി നല്ലൊരു ടൂളും ടെക്നിക്കും ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കൊണ്ടുവരിക. ആ ഒരു ടൂൾ ആൻഡ് ടെക്നിക്കിനെ തന്നെയാണ് എബിറ്റ് EPS അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എബിറ്റ് EPS അനാലിസിസ് ബേസിക് ആയിട്ടുള്ള എന്താ കാര്യം ചെയ്യുന്നത്? കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ്. ഇതാണ് മെയിൻ പോയിന്റ്. നമ്മൾ കമ്പയർ ചെയ്യണം പല ലെവൽസ് EBIT അല്ലെങ്കിൽ എബിറ്റ് ഉള്ളപ്പം എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ആ പ്ലാനുകളിൽ EPS വരുന്നത്. പല ലെവൽ പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്? എബിറ്റ് എന്താണ്? നമ്മുടെ കിട്ടുന്ന പ്രോഫിറ്റാണ്. അതായത് 20,000 പ്രോഫിറ്റ് കിട്ടുമ്പോൾ എത്രയായിരിക്കും EPS? 30,000 പ്രോഫിറ്റ് കിട്ടുമ്പോൾ എത്രയാണ്? 50,000. അപ്പോൾ എബിറ്റിൽ വരുന്ന ചേഞ്ചസിനനുസരിച്ച്
എങ്ങനെയൊക്കെയാണ് ഇതിൽ വരുന്ന മാറ്റങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ബേസിസ് ആണ് കമ്പയർ ചെയ്യാൻ വേണ്ടി. പലതരത്തിലുള്ള ഫിനാൻഷ്യൽ പ്ലാനുകളുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് എങ്ങനെ EPSനെ മാക്സിമൈസ് ചെയ്യാൻ പറ്റും, അതാണ് ഓരോ പെർട്ടിക്കുലർ എബിറ്റ് കൊണ്ട് എത്രത്തോളം EPS മാക്സിമൈസ് ചെയ്യാം. അതേപോലെ തന്നെ ഇത് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ യൂസ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു മെത്തേഡ് അല്ലെങ്കിൽ ടൂൾ കൂടിയാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഒരു ഷെയറിൻ്റെ മുകളിൽ ഏറ്റവും കൂടുതൽ ഏർണിങ്സ് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു ആൾട്ടർനേറ്റീവ് ഏതാണെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി EBIT EPS അനാലിസിസിൻ്റെ ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. അതായത് നമ്മളുടെ കയ്യിലുള്ള അല്ലെങ്കിൽ കമ്പനിയിലുള്ള എല്ലാ അസറ്റുകളും ഫിനാൻസ് ചെയ്തിരിക്കുന്ന മാക്സിമം ഡെറ്റ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ ആൻഡ് yield റിട്ടേൺ ഗ്രേറ്റർ ദാൻ ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ കൂടുതലുമാണ് അതിന് കിട്ടുന്ന yield എങ്കിൽ EPS ഇൻക്രീസസ് വിത്തൗട്ട് ആൻ ഇൻക്രീസ് ഇൻ ഓണേഴ്സ് ഇക്വിറ്റി. അപ്പോൾ ആ ഒരു സമയത്ത് ഓണേഴ്സ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യാതെ തന്നെ ഏർണിംഗ് പെർ ഷെയറോടെ ഇൻക്രീസ് ആവുന്നു എന്നുള്ളതാണ് പറയുന്നത്. കമ്പനീസ് വിത്ത് ഹൈ ലെവൽ ഓഫ് എബിറ്റ് ക്യാൻ മേക്ക് പ്രോഫിറ്റബിൾ യൂസ് ഓഫ് ഹൈ ഡിഗ്രി ഓഫ് ലിവറേജ് ടു ഇൻക്രീസ് ദ EPS. അതായത് വളരെ വൻ തോതിൽ എബിറ്റ് കിട്ടുന്ന കമ്പനീസിന് എപ്പോഴും അവർ പ്രോഫിറ്റബിൾ യൂസ് ആണ് ഉണ്ടാകുന്നത്. അവരെത്രത്തോളം അതിൻ്റെ ആ ഒരു ഏർണിംഗ് പെർ ഷെയറിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എബിറ്റിനെ അവർ യൂട്ടിലൈസ് ചെയ്യുന്നു. വെൻ ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ടോട്ടൽ അസറ്റ് ഈസ് ലെസ് ദാൻ, ഒരു ടോട്ടൽ അസറ്റിൽ നിന്ന് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ എപ്പോഴും കോസ്റ്റ് ഓഫ് ഡെപ്റ്റിനേക്കാൾ കുറവാണെങ്കിൽ EPS വിൽ ഫെയിൽ വിത്ത് ദ ഡിഗ്രി ഓഫ് ലിവറേജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ EPS എന്തായിരിക്കും അവിടെ ആ ഒരു ലിവറേജിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് തന്നെ EPSലും വീഴ്ചകൾ ഉണ്ടാവാം എന്നുള്ളതാണ് പറയുന്നത്. If the company increases debt beyond a point, the EPS will continue to rise, but the value of the shares will fall because of greater exposure of shareholders to financial risk. കമ്പനി ഒരു പരിധി വരേക്ക് മാത്രമേ ഡെറ്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആ പോയിന്റ് അപ്പുറത്തേക്ക് ഡെറ്റ് യൂസ് ചെയ്യുമ്പോൾ EPS എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് റൈസ് ചെയ്യും, ഉയർന്നുകൊണ്ട് പോവും. ബട്ട് ദ വാല്യൂ ഓഫ് ദ ഷെയർസ് എന്തായിരിക്കും, കുറഞ്ഞു വരും. എന്തുകൊണ്ടാണ് വെച്ചാൽ ഒരുപാട് എക്സ്പോഷർ കൊടുക്കുകയാണ് ഷെയർ ഹോൾഡേഴ്സിന് ഫിനാൻഷ്യൽ റിസ്കിനെ കുറിച്ച്. പിന്നെ വൺ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വിച്ച് വേരിയബിലിറ്റി ഓഫ് EPS ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ഇൻ ഗ്രോത്ത് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് സെയിൽസ്. ഇനി ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് എന്താണ്, EPSൽ വേരിയേഷൻ വരിക, വേരിയബിലിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് എപ്പോഴും ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, ആ ഒരു കമ്പനിയുടെ സെയിൽസ് എത്രത്തോളം ഗ്രോത്ത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം സ്റ്റേബിൾ ആണ് എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും EPSൽ വേരിയേഷൻസ് ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. കാരണം ഇതെന്താണ്, ഏർണിംഗ് പെർ ഷെയർ, ഒരു ഷെയറിൻ്റെ മുകളിൽ നമുക്ക് എത്ര രൂപ ലാഭം കിട്ടുന്നു എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതിനെയാണ്, നമ്മുടെ സെയിൽസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ സെയിൽസ് നിന്നാണല്ലോ പ്രോഫിറ്റ് ഉണ്ടാവുന്നത്. പ്രോഫിറ്റ് നല്ല ഇൻട്രസ്റ്റും ടാക്സും കൊടുക്കുന്നത്, അതും കഴിഞ്ഞ് വരുന്നതല്ലേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത്. അപ്പോൾ സെയിൽസിൽ ഫ്ലക്ച്വേഷൻ വരുന്നിടത്തോളം കാലം ഇതിലും മാറും, EPSലും മാറ്റം വരുന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈ EBIT EPS അനാലിസിസിൻ്റെ അഡ്വാൻറ്റേജ്. ഈ ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുന്നത്. ഒന്ന്, ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുക ഫിനാൻഷ്യൽ പ്ലാൻ, ഏറ്റവും ഹയസ്റ്റ് EPS കൊടുക്കാൻ പറ്റുന്ന പ്ലാൻ ഏതാണോ അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ EPSനെ മാക്സിമൈസ് ചെയ്യുക, EBITൻ്റെ വാല്യൂ കൂട്ടുക, എന്താണെങ്കിലും നല്ലൊരു ഫിനാൻഷ്യൽ പ്ലാൻ സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കമ്പാരിറ്റീവ് അനാലിസിസിന് ഈ ഒരു അനാലിസിസ് വളരെ യൂസ്ഫുൾ ആണ്. എന്തിനു വേണ്ടിയിട്ട്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എഫിഷ്യൻസി അതുമായിട്ട് കണക്ട് ചെയ്ത് തരുന്ന പ്രൊഡക്റ്റ് ലൈൻസും മാർക്കറ്റും ഒക്കെ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് വളരെ നല്ലൊരു മെത്തേഡാണത്. നമ്മുടെ കമ്പനിയുടെ പെർഫോമൻസിനെ കൃത്യമായിട്ട് ഓരോ ഫണ്ടുകളും എവിടെ നിന്നൊക്കെയാണ് എടുത്തിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് അത് പെർഫോം ചെയ്യുന്നതെന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് നമുക്ക് ഏറ്റവും നല്ലൊരു മിക്സ് ഏതാണ്, ക്യാപിറ്റൽ സ്ട്രക്ചർ മിക്സ് ഏതാണ്, അതായത് ഡെറ്റ് ഇക്വിറ്റി മിക്സ്, മാക്സിമം നമ്മുടെ ഷെയർ വാല്യൂ കൂട്ടാൻ പറ്റുന്നത്, ഏർണിംഗ് പെർ ഷെയർ കൂട്ടാൻ പറ്റുന്നത്, അപ്പോൾ അതിനൊക്കെ പറ്റിയ ഒരു മിക്സ് ഏതാണെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ടാർഗറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചറാണ്. Depending on the expected EBIT, management of a company is able to determine the target capital structure for maximizing EPS. അപ്പോൾ EPSനെ മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു ഗുണമായിട്ട് പറയുന്നത്. ഇനി എന്താണ് ഈ ഒരു സ്റ്റഡിയുടെ ലിമിറ്റേഷൻസ് പറയുന്നത്. ഫസ്റ്റ്, റിസ്ക് ഈസ് നോട്ട് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യത്തിലൊക്കെ നമ്മൾ ഇത് ഏറ്റവും നല്ല മിക്സ് ഇതാണ് അല്ലെങ്കിൽ EPS കൂട്ടും EBIT കൂടുന്നൊക്കെ പറയുമ്പോഴും അവിടെ നമ്മൾ റിസ്ക് എന്ന ഫാക്ടറിനെ അത്രത്തോളം കൺസിഡർ ചെയ്തിട്ടില്ല. ഡെറ്റ് ഫിനാൻസിങ് അല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കടം വല്ലാതെ വാങ്ങി പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഏതിന് സാധ്യത കൂടുതലാണ്, റിസ്കിന് സാധ്യത കൂടുതലല്ലേ. അപ്പോൾ ആ ഒരു ഫാക്ടർ നമ്മളവിടെ കൺസിഡർ ചെയ്യണം.
അടുത്തത് കോംപ്ലക്സിറ്റി ആണ്. കാരണം ഒന്നിലധികം കാര്യങ്ങളിലൂടെ നമ്മൾ ഓൾട്ടർനേറ്റീവ് മെത്തേഡിലൂടെ ഫിനാൻസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്തുണ്ടാവാറുണ്ട്, പലതും പല മെത്തേഡിലായിരിക്കും കാൽക്കുലേഷൻ നടത്തേണ്ടി വരിക. അപ്പോൾ ആ കോംപ്ലക്സിറ്റി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ചിലപ്പോൾ കോൺട്രഡിക്ടറി, ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിരോധാഭാസമായിട്ടുള്ള റിസൾട്ടുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് പറയുന്നത്. കാരണം പല തരത്തുനിന്ന് നമ്മൾ ഫണ്ട് റേസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിരിക്കും. കാരണം പുതിയ ഇക്വിറ്റി ഷെയർസ് അതൊക്കെ നമുക്ക് ചിലപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ ആ ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള റിസൾട്ടുകളൊക്കെ ഉണ്ടാവാം. പിന്നെ ഓവർ ക്യാപിറ്റലൈസേഷൻ, കാരണം ഇവിടെ ഒരിക്കലും ഡിറ്റർമിൻ ചെയ്യുന്നില്ല ഓവർ ക്യാപിറ്റലൈസേഷനെ കുറിച്ച്. ഒരു ഫേമിൽ വന്നാൽ എങ്ങനെയായിരിക്കും എന്നൊന്നും ഇവിടെ ഡിറ്റർമിൻ ചെയ്തിട്ടില്ല. പിന്നെ പറയുന്നത് നോട്ട് ദ ബെസ്റ്റ് ആൻഡ് ദ കറക്റ്റ് ടൂൾ. ഇപ്പം ഈ എബിറ്റി EPS ആണ് ഏറ്റവും നല്ലത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, പക്ഷെ ഒരിക്കലും അത് ഒരു ബെസ്റ്റ് ആയതും ഏറ്റവും നല്ല ശരിയായ ഒരു ടൂളാണ് നമുക്ക് ഒരിക്കലും അവിടെ പറയാൻ പറ്റില്ല. ആൻഡ് ഡസ് നോട്ട് കൺട്രോൾ കോസ്റ്റ് ആൻഡ് ലിമിറ്റ് റിസ്ക്. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ കോസ്റ്റ് റെഡ്യൂസ് ആവുന്നില്ല, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല, റിസ്കിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊക്കെയാണ് വേറൊരു പോരായ്മയായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കാര്യത്തിൽ പറഞ്ഞത്. പിന്നെ ഇവിടെ എക്സാമ്പിളാണ്, ഇതത്ര നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് നോക്കണമെന്നില്ല, കാരണം ഇത് എങ്ങനെയാണ് ആ ചേഞ്ചസ് വരുന്നത് കാണിക്കാനാണുള്ളത്. ഡിബഞ്ചറും ഇക്വിറ്റിയും ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റും നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമുക്ക് എബിറ്റ് ടാക്സ് തന്നിരിക്കുന്ന 5000 രണ്ട് കമ്പനിയുടെ രണ്ട് പ്ലാനിലുള്ളത് തന്നിട്ടുണ്ട്. ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്. ഇത് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് തന്നിരിക്കുന്നത്. ഇത് ടാക്സ് പെർസെൻറ്റേജ് നമ്മളോട് EPS കണക്കാക്കിയിട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറഞ്ഞ റിസൾട്ടിനെ. അപ്പോൾ രണ്ട് പ്ലാനുകളും തന്നിരിക്കുന്നതിൽ ബെസ്റ്റ് വൺ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എബിറ്റ് ആദ്യത്തെ കേസിൽ 5000 ആണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 5000 രണ്ട് കേസിലും. അതിന് ആദ്യം നമ്മൾ ഡെറ്റ് ഉണ്ടെങ്കിൽ 10% ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ കേസിൽ നമുക്ക് കൊടുക്കേണ്ട 10%ആണ്, രണ്ടാമത്തെ കേസിൽ 1000 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് EBT കിട്ടി, ടാക്സ് കൊടുക്കുന്നതിന് മുന്നുള്ളത് കിട്ടി. ഇനി ടാക്സ് എത്രയാണ് പറഞ്ഞത്, 50%ആണ്. അപ്പോൾ ഇതിൻ്റെ നേർ പകുതി നമ്മൾ ടാക്സ് കൊടുത്തു. ഇനി അതും കഴിഞ്ഞ് ബാലൻസ് 500 ഉണ്ട്, 2000 ഉണ്ട്. ഇതാണ് നമുക്ക് എന്ത് കൊടുക്കണം, ഏർണിംഗ് പെർ ഷെയർ കൊടുക്കുന്നത്. അതായത് നമുക്ക് ആകെയുള്ളത് 1000 ഇക്വിറ്റി ഷെയർ ആണ്. ആ 1000 ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ 500 വെച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരാൾക്ക് 0.50 പൈസ. ഇതാണ് ഒരാൾക്ക് ഒരു ഷെയറിൻ്റെ മുകളിൽ കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്ലാനിലാണെങ്കിലും 50 പൈസയാണ് വരുന്നത്. അപ്പോൾ അതാണ് 5000 എബിറ്റ് വന്നപ്പോൾ ഈ രണ്ട് കമ്പനിയുടെയിലും വന്ന മാറ്റങ്ങൾ ഇങ്ങനെയാണ്. ഇനി 12500 എബിറ്റ് വരുമ്പോഴും മെത്തേഡ് സെയിം ആണ്. ആദ്യം നമ്മൾ രണ്ടിലും എബിറ്റ് എഴുതി, അതിന്ന് ഇൻട്രസ്റ്റ് നമ്മൾ എടുത്തു, അതായത് 4000. 40000 ആണല്ലോ ഡിബഞ്ചർ ആയത്. അപ്പോൾ അതിൻ്റെ 10% 4000. രണ്ടാമത്തത് 10000 രൂപയുടെ ഡെറ്റ്. 10000ൻ്റെ 10% 1000 രൂപ. അപ്പോൾ നമുക്ക് ഒന്നുമില്ല, നമുക്ക് ആകെ ചെയ്യാനുള്ളത് എബിറ്റ് എടുക്കുക, അതായത് പ്രോഫിറ്റ് എടുക്കുക. പ്രോഫിറ്റിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുക ആദ്യം. ഇൻട്രസ്റ്റ് കൊടുത്തതിന് ശേഷം ടാക്സ് കുറയ്ക്കുക. ടാക്സും കുറച്ച് ബാക്കി വരുന്നതാണ് ആർക്ക് കൊടുക്കുന്നത്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന തുക. അപ്പോൾ അതിൽ എത്ര ഷെയർ ഉണ്ട് നോക്കുക. ഷെയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ 4250 രൂപയാണ് ഈ ഒരു പ്ലാൻ പ്രകാരം കിട്ടുന്നത്. 1000 ഷെയറാണ് ഉള്ളത്. അപ്പോൾ ഒരു ഷെയർ എടുത്ത ആൾക്ക് എത്ര രൂപ കിട്ടും, 4.25 ആണ് അയാൾക്ക് കിട്ടുന്ന, അതിൻ്റെ മുകളിൽ കിട്ടുന്ന ഏണിങ്സ് എന്ന് പറയുന്നത്. അതേപോലെ ഇവിടെ നമുക്ക് കൊടുക്കുമ്പോഴും 1.44 ആണ്. അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ എന്താണ് വ്യത്യാസം വന്നത്. 5000 രൂപ ലാഭം കിട്ടിയപ്പോൾ രണ്ട് കമ്പനിയിലും എങ്ങനെയായിരുന്നു, ഏണിംഗ് പെർ ഷെയർ തുല്യമായിരുന്നു. 12500 രൂപ ലാഭം കിട്ടിയപ്പോൾ കമ്പനിയിൽ ഏതിലാണ് കൂടുതൽ കിട്ടിയത്, പ്ലാൻ എയിലാണ് കൂടുതൽ കിട്ടിയത്. പ്ലാൻ ബിയിൽ വളരെ കുറവാണ്. അപ്പോൾ വെൻ ദ കമ്പനി യൂസസ് മോർ ഡെറ്റ് ഇൻ ഇറ്റ്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ, പ്ലാൻ എ. അപ്പോൾ കണ്ടോ, ഇവിടെ ഡെറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് 40000 ആണ്, അതായത് അതിൻ്റെ ഇൻട്രസ്റ്റ് ആണ് 4000. ഇവിടെ 10000 ആണ്, അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് ആണ് 1000. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡെറ്റ് യൂസ് ചെയ്ത് എവിടെയാണ്, പ്ലാൻ എ ആണ്. അപ്പോൾ പ്ലാൻ എ കൂടുതൽ ഡെറ്റ് യൂസ് ചെയ്തപ്പം അവർക്ക് എന്ത് കൊടുക്കാൻ പറ്റി, ഹയർ റേറ്റ് ഓഫ് ഏർണിങ്സ് കൊടുക്കാൻ പറ്റി. അപ്പോൾ ഇവിടെ EPS 0.50 ആണ്. വെൻ ദ റേറ്റ് ഓഫ് ഏർണിംഗ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്നാണ് പറയുന്നത്. അതായത് എത്രയാണോ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഉണ്ടായിരിക്കുന്നത് 5000 രൂപയാണ് അല്ലേ. അപ്പോൾ അത് ടോട്ടൽ ക്യാപിറ്റൽ എത്രയായിരുന്നു, 50000 ആയിരുന്നു ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് രണ്ടിലും. അപ്പോൾ അതിൻ്റെ ആ ഒരു 10% തന്നെയാണ്, അതായത് ടോട്ടൽ കോസ്റ്റിന് തുല്യമായിട്ട് വന്നു EPS എന്ന് പറയുന്നത്. പക്ഷെ റേറ്റ് ഓഫ് ഏർണിങ്സ് 25% ആയപ്പോൾ എന്തായി, അതായത് 12500 ആയിട്ട് മാറിയപ്പോൾ 50000ൻ്റെ 25% വന്നപ്പോൾ എന്തായി മാറിയത്, EPS 4.25 ആയിട്ട് മാറി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 0.50, ഇവിടെ നമ്മൾ ഡെറ്റ് യൂസ് ചെയ്തപ്പോൾ 4.25 ആയിട്ട് മാറി എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ജസ്റ്റ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുന്നത്. ഏർണിങ്സ്, അതായത് എബിറ്റും EPSഉം എന്താ നല്ലൊരു
ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മെത്തേഡുകൾ 3 അതിൽ തന്നെ എബിറ്റ് EPS അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനി അതിൻ്റെ ബെസ്റ്റ് ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. എബിറ്റ് EPSൻ്റെ അഡ്വാൻറ്റേജസ് നമ്മൾ നോക്കി, ലിമിറ്റേഷൻ നോക്കി, അതിനെ ബേസ് ചെയ്തിട്ട് അപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, എത്രത്തോളം ഡെറ്റ് യൂസ് ചെയ്യുന്നോ അതുവഴി EPS കൂട്ടാന്ന് പറഞ്ഞു. അതുതന്നെയാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ പ്രകാരം ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുമ്പം ആ വ്യത്യാസം നമുക്കിവിടെ കാണുകയും ചെയ്തു എന്നുള്ളതാണ്. 5000 കിട്ടിയ സമയത്ത് 0.50 EPSും 12,500 എബിറ്റ് മാറിയപ്പം 4.25ഉം ഏറ്റവും കൂടുതൽ ഡെറ്റ് യൂസ് ചെയ്ത ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഏണിംഗ് പെർ ഷെയർ കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതാണ് എബിറ്റും EPSും തമ്മിലുള്ള അനാലിസിസ് എന്ന് പറയുന്നത്. എബിറ്റിനനുസരിച്ച് EPSലും മാറ്റങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇത്രേ പറയാനുള്ളൂ. ഇത്ര മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി പരീക്ഷയ്ക്ക്. ഞാൻ അതിനനുസരിച്ച് മാത്രമാണ് ഇവിടെ ക്ലാസ്സുകൾ ചെയ്യുന്നത്. നിങ്ങൾ വലിച്ചു വാരി ടെക്സ്റ്റുകളൊക്കെ നോക്കി പഠിച്ചു പോയാൽ അത് നമുക്ക് പഠിക്കാനും പഠിപ്പിക്കാനും ഉള്ളൊരു സമയം ഇപ്പം ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറ്റാവുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് ക്ലാസ് എടുത്ത് പോകുന്നത്. ഞാൻ ഇതിൽ പറയുന്നതും അടയാളപ്പെടുത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു പോവുക. അതെന്തായാലും എക്സാമിന് ചോദിക്കാൻ വളരെ സാധ്യതയുള്ളതാണ്. ഇനി അടയാളപ്പെടുത്താത്തൊരു പോർഷനോ അല്ലെങ്കിൽ നമ്മൾ അത്ര വേണ്ടാന്ന് വെച്ചെന്നായെങ്കിലും ഒരു ക്വസ്റ്റ്യനൊക്കെ വരുള്ളൂ. പക്ഷെ അല്ലാതെ നമുക്ക് ബാക്കിയെല്ലാം അറ്റൻഡ് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ പറയുന്ന പോയിന്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു പോവുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്